അല്ല, ഇക്ക ഇറങ്ങാൻ നോക്കാണോ? പിന്നെ ഇറങ്ങാതെ. ഗീതയുടെ വിവരങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് വേഗം വരാൻ പറഞ്ഞിട്ട് നീ എവിടെ എന്തെടുക്കായിരുന്നു? എനിക്ക് ഓഫീസിൽ പോകണമെന്ന് അറിഞ്ഞൂടായിരുന്നു. അതിനിപ്പോ എന്താ പറ്റിയേ? എന്തെങ്കിലും വിശേഷമില്ലാതെ ഈ നേരത്തിങ്ങനെ വൈകോ ഇക്ക? ഗീതയുടെ വീട്ടില് ഈ അവസ്ഥയിൽ എന്ത് വിശേഷമുള്ളേ? ആ, എന്നാ കേട്ടോ, അവിടെ ഇന്നലെ നാദര വന്നിരുന്നു. അതിലിത്ര സന്തോഷിക്കാൻ എന്താ കാര്യം? നാദര ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുള്ളതല്ലേ? ഷോ, എന്നാ ഇതങ്ങനെ അല്ല. ജയമോളെ തിരിച്ചു കിട്ടുന്ന ദിവസം ജയദേവനെയും കൂടെ തിരിച്ചു തരാന്ന് പറഞ്ഞാ നാദര വന്നേക്കുന്നെ. ജയദേവന് തിരിച്ചു കിട്ടുന്നു? അതേന്ന്. സത്യത്തിൽ കുഞ്ഞുള്ള കാര്യം അറിയാമായിരുന്നിട്ടും ജയദേവൻ അത് മനഃപൂർവ്വം മറച്ചുവെച്ച് അവളെ വഞ്ചിക്കായിരുന്നുന്നാ നാദര കരുതിയിരുന്നത്. അത് കാരണം അയാളുമായി പിരിയാൻ തീരുമാനിച്ചാ അവളവിടെ വന്നത്. പക്ഷേ ഗീത ഒരു വിഡിത്തം കാണിച്ചു. മകളുണ്ടായ കാര്യം ഇതുവരെ ജയദേവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നാദിരയോട് തുറന്നങ്ങ് പറഞ്ഞു. അതിലെന്താ വിഡിത്തം? സത്യമല്ലേ? ആ, സത്യം തന്നെയാ. എന്നാലും പിരിഞ്ഞു പോവാൻ തീരുമാനിച്ചവൾക്ക് ജയദേവനോട് വീണ്ടും സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടിയില്ലേ? ആ, ജയമോളെ തിരിച്ചു കിട്ടുന്നതുവരെ മാത്രം ജെഡിയോടൊപ്പം താമസിച്ച് ഭർത്താവിനെയും മകളെയൊക്കെ ഗീതയെ തിരിച്ചേൽപ്പിച്ച് അവള് ഹൈദരാബാദിലേക്ക് മടങ്ങിപ്പോകുന്നാ പറഞ്ഞേക്കുന്നെ. ഇതൊന്നും അത്ര കാര്യമായിട്ട് മനസ്സിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഗീതയോടും പറഞ്ഞേക്കും. ഇന്ന് കാണുന്ന മനസ്സും മനുഷ്യനെയൊന്നും ആയിരിക്കില്ല നാളെ കാണാൻ പോകുന്നത്. പക്ഷേ നാദര വന്നു പോയതിനു ശേഷം ഗീതയുടെ മാറ്റം ഇക്ക ഒന്ന് കാണേണ്ടതാ. ഞാൻ ചെല്ലുമ്പോ കുളിച്ചീറനുമായി അച്ഛന്റെ അസ്ഥിത്തറയിൽ പൂക്കൾ വെക്കുക. ആര്? ഗീതയോ? ആ, ഇന്ന് അച്ഛന്റെ ശ്രാദ്ധാണെന്ന് മണിയമ്മ അമ്പലത്തിലും പറഞ്ഞയച്ചിരുന്നു. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെ. എന്നിട്ട് നാദിര പിന്നെയും ജെഡിയുടെ അടുത്തേക്കാണോ പോയിരിക്കുന്നത്? പോന്നാത്രേ പറഞ്ഞത്. ജയയെ തിരിച്ചു കിട്ടുന്നതുവരെ ജെഡിയെ സത്യം അറിയിക്കാതെ ആ മനസ്സ് ഗീതയ്ക്ക് അനുകൂലമാക്കി മാറ്റാൻ നാദര ശ്രമിക്കും. പക്ഷേ വേറെയും ചില പ്രശ്നങ്ങളുണ്ടല്ലോ. എന്ത് പ്രശ്നം? നാദിറ ഒരിക്കൽ പറഞ്ഞ സംശയം വെച്ച് പോലീസ് ചിലപ്പോ ജെഡിയെ ചോദ്യം ചെയ്യാനിടയുണ്ട്. എന്റെ പടച്ചോനെ, ഇനി അതിന്റെ പേരിൽ ജെഡി നാദരയും തമ്മില് നാളെ തന്നെ തെറ്റിപ്പിരിയോ? ജയെ കിട്ടും വരെ അവരൊരുമിച്ച് കഴിഞ്ഞാലേ അയാളുടെ മനസ്സ് ഗീതയ്ക്ക് അനുകൂലമാക്കി മാറ്റാൻ നാദരയ്ക്ക് പറ്റൂ. എങ്ങനെയെങ്കിലും ജയയെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇനിയുള്ള അന്വേഷണമൊക്കെ സുഭാഷിന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് ഞാൻ തന്നെ പറഞ്ഞു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗീതയ്ക്ക് അനുകൂലമായൊരു മനസ്സുണ്ടാവാൻ ദയവായിട്ട് തോന്നിച്ചതാ നാദിറേ. പോലീസ് ഇടപെട്ട് അതിനെ ഇല്ലാതാക്കോ? ഇല്ല, ജെഡിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കും മുമ്പ് സുഭാഷിനെ കാണണം. എന്റെ കർത്താവേ, പോലീസാണല്ലോ. കുഞ്ഞേ, നാദറ കുഞ്ഞേ, കുഞ്ഞേ, എന്താ? പോലീസ്. പോലീസോ? ആ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് സർ. ഇത്തവണ തികച്ച ഒഫീഷ്യലായി തന്നെ വരേണ്ടി വന്നു. ചില കാര്യങ്ങൾ അധികകാലം ഒളിച്ചു വെക്കാനാവില്ലല്ലോ. അത് അവർക്കും മനസ്സിലായി. ആർക്കാണ് സർ? ജിഷയെ ആവശ്യമുള്ളവർക്ക്. ഇതുവരെ ഒരു പെൺകുട്ടി കുറച്ചുനാൾ ഒറ്റയ്ക്ക് മാറി നിന്നാൽ അവൾക്ക് ഭാവിയിൽ സമൂഹം കൽപ്പിച്ചേക്കാവുന്ന അവഗണനയെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത. എന്നാലിപ്പോ ജിഷയെ ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിൽ അവരും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഷാർപ്പ് മൂവ്മെന്റിലൂടെ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. താങ്ക് യു സർ. ഞങ്ങൾക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. ജിഷയുടെ ഭാവി ഓർത്തിട്ട് തന്നെയാ ജെഡിയും ഇതുവരെ ഒരു പോലീസ് പെറ്റീഷന് മുതിരാതിരുന്നത്. അല്ലല്ലോ, അന്ന് വന്നപ്പോ മാഡം ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജിഷ ജെഡിയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായേക്കാമെന്നല്ലേ? അതെ സർ. യെസ്, ആ ഒരു സംശയത്തിൽ നിന്ന് തന്നെയാ ഞാൻ തുടങ്ങുന്നത്. അതിന് മാഡത്തിന്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. പക്ഷേ സർ, ജെഡിയെ ഞാനന്ന് സംശയിച്ചത് ചില തെറ്റിദ്ധാരണകളുടെ പുറത്തായിരുന്നു. എന്നുവെച്ചാ ഇപ്പൊ നിങ്ങൾക്ക് ആ സംശയം ഇല്ലെന്നാണോ? അതെ, ജെഡിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന സത്യം ജിഷയുടെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു. ഇക്കാര്യത്തില് അവരും ജെഡിയെ സംശയിക്കുന്നില്ല. പക്ഷേ എനിക്കിനി സംശയിക്കാതിരിക്കാനാവില്ല. എന്റെ ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കം ജെഡിയിൽ നിന്ന് തന്നെയായിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജിഷയെക്കുറിച്ച് ജെഡിയിൽ നിന്ന് മാത്രം ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തെ വിളിക്ക്.
സർ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്നൊക്കെ. നോ, നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ പിണങ്ങുകയും ഇണങ്ങുകയും ചെയ്യും. അതൊന്നും എന്റെ ഡ്യൂട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല. എന്റെ സുഹൃത്തായ തഹസീൽദാർ ഹമീദിന്റെ വാക്കിനെ മാനിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ പല കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതേ ഇല്ല. അതിലപ്പുറം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ജെ ഡി ആകത്തുണ്ടല്ലോ അല്ലേ? ഇല്ല സർ, അദ്ദേഹം ഇവിടെ ഇല്ല. എങ്ങോട്ട് പോയി? എനിക്കറിയില്ല. ഞാൻ ഇന്ന് കാലത്തെ വന്നത്. അതിനു മുൻപേ ജെഡി എങ്ങോട്ട് പോയിരുന്നു. ആ സമയത്ത് സെർവന്റ് ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അയാളെ വിളിക്ക്. വിളിക്കുന്നു. തന്റെ പേരെന്താന്ന് പറഞ്ഞേ? എൽദോ. എന്തോ? എൽദോ. ഇവിടുത്തെ സംസാരം മുഴുവൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അല്ലേ? അയ്യോ ഇല്ല സാറേ, ഞാൻ ഒന്നും കേട്ടില്ല. എനിക്കൊന്നും മനസ്സിലായതുമില്ല. ജെ ഡി എങ്ങോട്ടാ പോയത്? പറഞ്ഞില്ല സാറേ. ജിഷ കൊച്ചിനെ കാണാതായതിനു ശേഷം ഇവിടെ അധികം ഇരിക്കത്തില്ല. ഓഹോ, ആ, അപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് മാത്രം ഫോളോ ചെയ്താൽ മതി ജിഷയെ കണ്ടെത്താൻ, അല്ലേ മാഡം? അല്ല സർ, എനിക്കിപ്പോ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ആ. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ വരും. ആ സമയത്തെങ്കിലും ജെ ഡി ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരുത്തേണ്ടി വരും, ഞങ്ങളുടെ തറവാട്ടിലേക്ക്. ജെ ഡിയെ പോലൊരു മഹത് വ്യക്തിക്ക് അതൊരിക്കലും ചേരില്ല. ഓക്കെ? ജെഡി സാറിനെ പോലീസ് കൊണ്ടുപോകും ഞാൻ. എന്തിന്? അല്ല, എന്നതൊക്കെയോ പറയുന്നത് കേട്ടു. ഇല്ല എൽദോ, ജെഡിക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ നാദർ സമ്മതിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇനി നാദര മാഡം ഏതവസ്ഥയിൽ തിരിച്ചു വന്നാലും സാറൊന്ന് സൂക്ഷിക്കണമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ കൂടെയുള്ള ഈ സ്വഭാവമാറ്റം ജിഷയ്ക്കും അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അവർ തമ്മിൽ പിണങ്ങാനുണ്ടായിരുന്ന പ്രധാന കാരണം അതായിരുന്നു. ആ വിഷയം നമുക്ക് വിടാം. പറഞ്ഞു വന്നപ്പോൾ നാദർ തിരിച്ചു വരാൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ മനുവിനെ കാണുമെന്ന് പറഞ്ഞത് കോളേജ് തുറക്കുമ്പോൾ ജിഷയുടെ ആബ്സെൻസ് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ആലോചിക്കാനാ. എനിക്ക് തോന്നുന്നത് ഒരു ലീവ് ലെറ്റർ കൊടുത്ത് കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴേക്കും അവൾ തിരിച്ചു വരുമെന്ന് കരുതാം. പക്ഷേ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണം വളരെ രഹസ്യമായിട്ടാണ് അറിഞ്ഞത്. അവർ ജിഷയുടെ ഭാവിയെക്കുറിച്ചുകൂടി ആലോചിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നന്നായി. എന്തായാലും കോളേജിലെ കാര്യം എന്ത് ചെയ്യുമെന്ന് നീ ഒന്നുകൂടെ ആലോചിക്കുക. ആദ്യമായി നേരിടേണ്ടത് നീ ആയിരിക്കുമല്ലോ. ആ കുട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മനു തന്നെ നൽകണം. അത് ഞാൻ ഏറ്റു സാർ. ജിഷയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. പക്ഷേ അവളുടെ കാര്യത്തിൽ സാർ എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്ത് വില കൊടുത്തും ജിഷയെ തിരിച്ചു പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഇപ്പം ചെയ്യാൻ പോകുന്നത് ജിഷയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ? അല്ല, നാദര മാഡത്തിൻ്റെ കാര്യ. ജിഷയെ അവരും തമ്മിൽ എന്നും പ്രശ്നമായിരുന്നല്ലോ. എന്നിട്ടും സി മനു, നാദർ എൻ്റെ ഭാര്യയാണ്. മറ്റൊന്നിനും വേണ്ടി അകറ്റി നിർത്താൻ പറ്റുന്ന ബന്ധമല്ലെങ്കിലും എന്നും ജിഷയ്ക്ക് വേണ്ടി നാദരെ പലപ്പോഴും മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ജിഷയ്ക്കൊരു മകളുടെ സ്ഥാനം, അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെന്ന് അവൾ എന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്. മനുവിനോട് എല്ലാ കാര്യങ്ങളും ജിഷ തുറന്നു പറയാറുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു? യു നോ വാട്ട് ഐ മീൻ. ഫ്രണ്ട്ഷിപ്പിനപ്പുറം മറ്റെന്തെങ്കിലും എടുപ്പം? അയ്യോ ഇല്ല സാർ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. ശരിക്കും ദിയയിലൂടെയാണ് ഞാൻ ജിഷയെ പരിചയപ്പെടുന്നത്. അവളാണെങ്കിൽ എൻ്റെ മുറപ്പെണ്ണും കൂടിയാണ്. ഓ, ഐ എം സോറി, അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചതിന്. കുഴപ്പമില്ല സാർ. ജിഷയുടെ കാര്യത്തിൽ സാർ ഇടപെടുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുഴുവനായി അവളെ ജെ ഡി സാർ ഏറ്റെടുക്കണമെന്ന എൻ്റെയും ദിയയുടെയും ആഗ്രഹം. സാറുണ്ടോ? ഉണ്ട് സാർ. ആ, ഹമീദ് രാവിലെ സ്റ്റേഷനിൽ വന്നിരുന്നല്ലേ? അതെ. ആ, ഞാനിന്ന് ജെ ഡിയുടെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് കണ്ടോ? ഇല്ല, ആള് സ്ഥലത്തില്ല. എനിക്ക് ഡൗട്ട് ജയെ മാറ്റിപ്പാർപ്പിച്ചെടുത്ത് പോയിരിക്കുമെന്ന. എന്തായാലും രാത്രിയിൽ ഒന്നും കൂടി ഞാൻ പോകുന്നുണ്ട്. ചിലപ്പോ ജെ ഡിയെയും ഭാര്യയും
ഒരുമിച്ച് കസ്റ്റഡിയിലെടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. അതെന്താ സുഭാഷ് അങ്ങനെ? അവരിപ്പോ ഒന്നായി. അന്ന് ഞാൻ ചെന്നപ്പോ ഭർത്താവ് ചീറ്റ് ചെയ്തോന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവളാ നാദിറ. ഇന്നവക്ക് ജേഡി ഹരിചന്ദ്രനാ. അവര് തമ്മിലുള്ള ഇണക്കവും പിണക്കവും പോലീസിനെ വിട്ടിയാക്കാനുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. അതില് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ജേഡിയെ സംശയിച്ചോന്നാ നാദിറ പറയുന്നത്. അതൊക്കെ ഞാൻ എന്തിനു നോക്കണം? കുട്ടിയെ കസ്റ്റഡി വെച്ചിട്ടുണ്ടെങ്കിൽ ജേഡി അവളെ റിലീസ് ചെയ്യണം. അതിനുശേഷം മകളായി അംഗീകരിക്കുകയോ തള്ളിക്കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒളിച്ചുകളി എന്തായാലും ഞാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അതല്ല, ഞാൻ പറയുന്നത് ദയവായി ഒന്ന് കേൾക്കണം. ഇന്നലെ ഗീതയെ വന്ന് കണ്ടപ്പോഴാ ജെ.ഡി. ഇതുവരെ മകളുള്ള കാര്യം അറിഞ്ഞിട്ടില്ലാന്ന് സത്യം നാദിറ മനസ്സിലാക്കിയത്. ആ തെറ്റിദ്ധാരണ മാറിയതോടെയാവും ജെ.ഡി. ഇനി സംശയിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് നാദിറയ്ക്ക് തോന്നിയത്. ആ സ്ഥിതിക്ക് ഇനി ആ റൂട്ടിലൊരു അന്വേഷണം വേണോ? ഏതെങ്കിലും ബന്ധങ്ങൾക്ക് കോട്ടം തട്ടുമെന്ന് കരുതിയിട്ടാണ് ഹമീദ് വീണ്ടും ഇങ്ങനെ പറയുന്നതെങ്കിൽ സോറി ഹമീദ്, നിങ്ങൾ തെളിക്കുന്ന വഴിക്ക് ഈ അന്വേഷണം കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സുഭാഷ്, ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ കൂട്ടിവായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ജയ സ്വന്തം ഇഷ്ടത്തിന് തന്നെ ഇറങ്ങിപ്പോയതായിരിക്കുന്ന. അതുകൊണ്ട് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ പരസ്യം നൽകി നമുക്കിനി ആ ഒരു പരീക്ഷണം തന്നെ നടത്താം. അതിനുള്ള ഫോട്ടോസുമായിട്ടാണ് ഞാൻ വന്നത്. ദാ. ശ്ശേ. ഈ ജേഡി എന്ത് പണിയാ കാണിച്ചേ? എൻ്റെ കുഞ്ഞാ സമയം ഒത്തിരിയായി. വന്ന് ഊണ് കഴിക്കാൻ നോക്ക്. ജെ.ഡി. സാർ ചിലപ്പം പുറത്തുനിന്ന് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അത് ശരിയല്ലല്ലോ. ഇങ്ങനെ ഒരു വീടുള്ളപ്പോ ജേഡി എന്തിനാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നേ? അല്ല, അതിപ്പോ കുഞ്ഞത് വീണ്ടും വീടാക്കിയ കാര്യം ജെ.ഡി. സാർ അറിഞ്ഞില്ലല്ലോ. അറിയാതെ പിന്നെ? ഇന്നലെ ഫോൺ ചെയ്തപ്പോ വളരെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ ഞാൻ സംസാരിച്ചത്. അപ്പൊ പിന്നെ മനസ്സിലാക്കിക്കൂടെ കാറ്റുമാറി വീശി തുടങ്ങിയെന്ന്? എന്റേതായാലും ജെ.ഡി. സാർ വന്ന് ഈ മാറ്റവും നേരിട്ട് കാണട്ടെ. നാളെ മുതലൊക്കെ ശരിയായിക്കോളും. കുഞ്ഞു വന്ന് ഊണ് കഴിക്കും. ജെ.ഡി. സാർ രാത്രിയാ വരുന്നതെങ്കിൽ അതുവരെ പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി രാത്രിയും വന്നില്ല, 2 ദിവസം കഴിഞ്ഞാ വരുന്നെങ്കിൽ പോലും ജേഡി വന്നിട്ടല്ലാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. ഇത്രയ്ക്ക് വേണോ കുഞ്ഞെ? ഒരുപാട് ഊതി നിറച്ചിട്ടേ പൊട്ടുമ്പോ ഒച്ച കൂടും. ഇതിനി പൊട്ടില്ല എൽദോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒത്തിരി തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തോ ഒക്കെ തിരുത്താൻ സമയം മതിയാവോന്നാ ഇപ്പോഴത്തെ എന്റെ സംശയം. ദേ കുഞ്ഞെ, സമയമൊക്കെ ഒരുപാടുണ്ട്. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ സമയമില്ല സമയമില്ല എന്ന്. ആർക്കാ സമയമില്ലാത്തത്? ഞങ്ങൾക്കൊക്കെ ഇല്ലയോ? അല്ല കുഞ്ഞിനല്ലല്ലോ. നമ്മുടെ സമയം നമ്മളാണോ എൽദോ തീരുമാനിക്കുന്നേ? ദൈവമല്ലേ അത് നമ്മൾ ജനിക്കുമ്പോ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞു. പിന്നെന്തിനാ നമ്മൾ വെറുതെ ഉടക്കുന്നേ? ആ പിന്നെ എൽദോ, ഒരു കാര്യം. എന്നാ കുഞ്ഞ്? അതെ, ഇന്നിവിടെ പോലീസ് വന്ന കാര്യമൊന്നും ജെ.ഡി. അറിയിക്കണ്ട. അതെന്താ കുഞ്ഞ്? ആ ഇൻസ്പെക്ടർ വീണ്ടും വരുമ്പോൾ ജെ.ഡി. സാർ ഉണ്ടായിരിക്കണമെന്നല്ലേ പറഞ്ഞത്? ആ അതൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ തൽക്കാലം ജെ.ഡി. ഇത് അറിയണ്ട. ഇൻസ്പെക്ടർ വീണ്ടും വരുമ്പോഴല്ലേ, അത് സാരമില്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല കുഞ്ഞ്, അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല. ഒരിക്കൽ പോലീസ് വന്ന് ചോദ്യം ചെയ്തതിന്റെ പേരിലല്ലേ ഞാൻ ഇവിടുന്ന് പോയത്. എന്നിട്ട് തിരിച്ചു വന്ന ദിവസം തന്നെ വീണ്ടും പോലീസ് വന്ന് ചോദ്യം ചെയ്തു എന്നറിഞ്ഞ ജേഡിക്കൊരു പ്രയാസം തോന്നണ്ട, അതുകൊണ്ടാ. ശരി കുഞ്ഞ്, ഞാൻ പറയത്തില്ല. അയ്യോ, നമ്മുടെ വണ്ടിയുടെ ഓണല്ലേ കേൾക്കുന്നത്? ജെ.ഡി. സാർ വന്നു കുഞ്ഞ്. ഞാൻ പോയി ഗേറ്റ് കൊണ്ട് നിർത്തിച്ചു വരാം. വരുന്നേ വരുക. എന്ത് വരുന്ന അടിയായത്? സാറേ, നാദറക്കുഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ നല്ല സ്വഭാവമായിട്ടാണ് വന്നിരിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല സാറേ. ഞാൻ പല രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കി. അഭിനയമൊന്നുമല്ല, ഭ്രാന്തുമല്ല. ഊണ് പോലും കഴിക്കാതെ കാത്തിരിക്കുക. സാറും നല്ല രീതിയിലേക്ക് നിന്നേക്കണേ.
ജെഡി, ഇവിടെ ഒരാളിങ്ങനെ ചരട് പൊട്ടിയ പട്ടം കണക്കെ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോ ഇത്രയും വലിയ ബലം പിടുത്തം വേണോ? മനസ്സിലായില്ല. ആരെ, എന്നെയോ? നിന്നെ മാത്രമല്ല, നിന്റെ ഈ പ്രകടനവും. പ്രകടനം, വേഷം കെട്ട്, ആൾമാറാട്ടം, ഡ്രാമ, ചതി, വഞ്ചന, ഇതൊക്കെ കുറെ നാളായിട്ട് ഈ വീട്ടില് നമ്മൾ മത്സരിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകളല്ലേ? ഇനി അതൊന്നും വേണ്ട, വാക്കിലും പ്രവൃത്തിയിലും. ഞാൻ അഭിനയിക്കല്ല ജെഡി, സത്യം. ജീവിക്കുമ്പോൾ മാത്രമാണ് ജീവിതം ഉണ്ടാവുക എന്നുള്ള പരമമായ സത്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാദ്രയുടെ 2ാം വരവായത്. ജെഡിയിൽ നിന്നും എന്നേക്കുമായി അല്ലാതെ താൽക്കാലികമായ ഒരു തിരിച്ചുപോക്ക് ഇനി നാദ്രയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല, അതുറപ്പാ. ഊണെടുത്ത് വെക്കട്ടെ കുഞ്ഞേ? ആ, കഴിക്കല്ലേ? എനിക്ക് വേണ്ട, കഴിച്ചു.